നമസ്കാരം, ഞാൻ സുധീഷ് ചമ്പശ്ശേരിയാണ്. അപ്പോൾ ഞാൻ എന്നുള്ളത് നമ്മുടെ ചെർപ്പളശ്ശേരി മണ്ണാർക്കാട് റൂട്ടിൽ തിരുവളയനാട് ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്. അപ്പോൾ റോഡ് സൈഡിൽ തന്നെ നമുക്ക് മറ്റേ നോക്കിയാൽ കാണുന്ന ഭംഗിയുള്ള മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. ഇപ്പോൾ നിറച്ച ആലുകളും കാര്യങ്ങളും 3 കവാടങ്ങളൊക്കെ ആയിട്ട് മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ട്രസ്റ്റ് ബോർഡ് അംഗങ്ങളും അതേപോലെ പഴയ ചെയർമാനും ആളുകളും അതിൻ്റെ ജീവനക്കാരൊക്കെ കുറേ ആളുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. അതിൻ്റെ മുമ്പ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് പാലക്കാട് ജില്ലയിൽ ചെർപ്പളശ്ശേരി മണ്ണാർക്കാട് റൂട്ടിൽ കോട്ടപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന തിരുവളയനാട് ഭഗവതി ക്ഷേത്രം. കാവുകൾക്ക് പ്രസിദ്ധമായ വള്ളുവനാട്ടിൽ 12ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലം തെക്കേ മലബാറിലെ ഒരു ഉൾനാടൻ ഗ്രാമം. കാട്ടുമരങ്ങളും വള്ളിക്കുടിലുകൾ നിറഞ്ഞതും ഇടയ്ക്കിടെ ചെറിയ ചെറിയ കൃഷിസ്ഥലങ്ങളുമായിരുന്ന കുന്തിപ്പുഴ, അതായത് കരിമ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തെന്നാരംപറ്റ കോട്ടയിൽ ഭഗവതി ക്ഷേത്രം. ഭഗവതിയെ തൊഴാനും നൈവേദ്യം വെപ്പിക്കാനും നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ഭക്തജനങ്ങൾ കൂട്ടം കൂട്ടമായി എത്തിയിരുന്നു. അതിൽ ഭൂരിഭാഗം പേരും സ്ത്രീകളായിരുന്നു. ഒരു തവണ കുന്നും മലകളും താണ്ടി ക്ഷേത്രത്തിലെത്തിയപ്പോൾ തിരുനട അടച്ചിരുന്നു. വളരെയധികം ദുഃഖിതരായി വിഷമത്തോടു കൂടി അവർ തിരിച്ചു പോന്നു. നൈവേദ്യ പൂജാ സാധനങ്ങളുമായി മടങ്ങിപ്പോന്ന അവർ വഴിമധ്യേ കണ്ട വിശാലമായ ഒരു പറമ്പിൽ പാലച്ചുവട്ടിൽ കുറച്ചു നേരം വിശ്രമിക്കാനായി ഇരുന്നു. അവരുടെ കയ്യിലുണ്ടായിരുന്ന നൈവേദ്യ പൂജാ സാധനങ്ങൾ അവിടെ വെച്ച് തന്നെ പാകം ചെയ്ത് ഒരു വള ഊരി വിളക്കായി സങ്കല്പിച്ച് എണ്ണയും തിരിയും കത്തിച്ച് കൂട്ടാളി അമ്മയെ വിളിച്ച് മനം നൊന്ത് പ്രാർത്ഥിച്ച് പൂജയും ചെയ്തു. ആ സമയത്ത് ഇന്നു മുതൽ ഇവിടെ തന്നെ നൈവേദ്യം വെച്ച് നിങ്ങൾ തന്നെ പൂജ ചെയ്താൽ അമ്മയ്ക്ക് തൃപ്തിയാണ് എന്ന് അരുളപ്പാടുണ്ടായി എന്നാണ് ഐതിഹ്യം. അതിനുശേഷം എല്ലാവരും വീടുകളിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നാണ് പഴമക്കാർ പറയുന്നത്. വള വെച്ച് അത് വിളക്കാണെന്ന് സങ്കല്പിച്ച് അതിൽ എണ്ണയും തിരിയും കത്തിച്ച് ദീപം തെളിയിച്ചതിനാലാണത്രേ ഇതിന് തിരുവളയനാട് എന്ന നാമധേയം വന്നത്. ഇവിടെയാണ് നമ്മൾ ഇന്നു കാണുന്ന തിരുവളയനാട് ഭഗവതി ക്ഷേത്രം എന്ന് പറയപ്പെടുന്നു. അരുളപ്പാട് കേട്ട സ്ത്രീകൾ 16 വീടുകളിൽ നിന്നും വന്നവരായിരുന്നു അത്രേ. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ ഇന്നും അവർക്കുള്ള സ്ഥാനം നിലനിർത്തി പോരുന്നു. മുതലിയാട്ട് മൂപ്പിൽ നായരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്ന് കരുതപ്പെടുന്നു. 1000 വർഷത്തിലധികം പഴക്കം ഈ ക്ഷേത്രത്തിന് കണക്കാക്കപ്പെടുന്നുണ്ട്. തണൽ വിരിച്ച് പടർന്നു നിൽക്കുന്ന ആൽമരങ്ങൾക്ക് നടുവിൽ നിൽക്കുന്ന ഈ ക്ഷേത്രം മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. ഈ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുന്നതോടൊപ്പം ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇത് ക്ഷേത്രത്തിൻ്റെ മുൻ ചെയർമാനും അതുപോലെ ട്രസ്റ്റി ബോർഡ് അംഗങ്ങൾ, ക്ഷേത്രത്തിൻ്റെ ജീവനക്കാരൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നമ്മളടുത്ത് ഈ ചാനലിനോട് സംസാരിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മുൻ ചെയർമാനായിട്ടുള്ള ഉണ്ണീഷൻ മാഷയാണ് ഇതിന് നിയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഇതിൻ്റെ കുറച്ച് ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളോട് സംസാരിക്കും. അപ്പോൾ എന്താ നമുക്ക് നോക്കാം. മാഷ നമസ്കാരം.
അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പ്രേക്ഷകരോടൊന്ന് ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ ഉത്ഭവം മറ്റേ ഇതിൻ്റെ കാലവർഷം പഴക്കങ്ങൾ അതുപോലെ ഇതിൻ്റെ നടത്തിപ്പ് കാര്യങ്ങളെക്കുറിച്ചൊന്ന് ആളുകളുടെ അടുത്ത് വിശദീകരിക്കുക. ക്ഷേത്രത്തിന് 1000 അധികം വർഷം പഴക്കമുണ്ടെന്നാണ് നമ്മുടെ ഒരു ലഭ്യമായ അറിവ്. ഇവിടെ പണ്ട് ക്ഷേത്രം ഉണ്ടായിരുന്നില്ല എന്നും ഈ പ്രദേശത്തുള്ള ആളുകൾ 2 കിലോമീറ്റർ തെക്ക് ഭാഗത്ത് തെന്നാനമ്പറ്റ കോട്ടയക്കാവിലേക്ക് ആണ് നിവേദ്യങ്ങളൊക്കെ വയ്ക്കാനും വഴിപാടുകൾ കഴിക്കാനും പോയിരുന്നത്. ഒരു പ്രാവശ്യം അവർ അവിടെ ചെന്നപ്പോഴേക്ക് ക്ഷേത്രനട അടയ്ക്കിയ കാരണം അവരുദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കാതെ വരികയും തിരിച്ച് നടന്നു വരണം. അന്ന് നടക്കുക എന്നല്ലാതെ വേറെ പോകാൻ വഴിയില്ലാത്തൊരു കാലഘട്ടമുണ്ട് 1000 വർഷം മുമ്പ്. ഇവിടെ എത്തിയപ്പോൾ ആകെ തളർന്ന് അവശരായി. ഇവിടെ കണ്ട ഒരു പാലയുടെ ചുവട്ടിൽ ഒരു വിശ്രമിച്ചു എന്നും കൊണ്ടുപോയ നിവേദ്യ സാധനങ്ങൾ ഇവിടെ വെച്ച് തയ്യാറാക്കി ഭഗവതിയെ വിചാരിച്ച് സമർപ്പിച്ചു എന്നാണ് ഐതിഹ്യം. അപ്പോൾ ഇവിടെ വെച്ച് പ്രാർത്ഥിച്ച് വഴിപാട് കഴിച്ചാൽ മതിയെന്ന് അരുളപ്പാടുണ്ടായിരുന്നു. അന്നത്തെ ദേശവഴിയായ മുതിലക്കോട്ട മൂപ്പിൽ നായരുടെ സഹായത്തോടെ ക്ഷേത്രം നിർമ്മിച്ചു എന്നാണ് വിശ്വാസം. പിന്നീട് അവരും മൂപ്പിൽ നായരായിരുന്നു ഭരണം. 96,000 പറ നെല്ല് പാട്ടം കിട്ടിയിരുന്ന വലിയൊരു ദേവസ്വമാണ്. ഭൂപരിഷ്കരണം വന്നപ്പോൾ ആ ഭൂമിയൊക്കെ കുടിയാന്മാരുടെ കയ്യിലായോടുകൂടി ക്ഷേത്രഭരണം വളരെ ബുദ്ധിമുട്ടായി. ക്ഷേത്രത്തിൽ ബിംബം പൊട്ടി നാശമായി, കൊടിമരം വീണ് നാശമായി. അങ്ങനെ 1966 കാലഘട്ടത്തിൽ ഇവിടുത്തെ ദേശത്തുള്ള പ്രമുഖരെല്ലാവരും ചേർന്ന് ക്ഷേത്രം നവീകരിക്കാനും പുതിയ പ്രതിഷ്ഠ നടത്താനും കൊടിമരം സ്ഥാപിക്കാനൊക്കെ തീരുമാനമെടുത്ത് 1966 ജനുവരി മകരമാസത്തിൽ 1966 ജനുവരിയിൽ, അതായത് ആ കൊല്ലവർഷം മകരമാസത്തിലെ തിരുവോണം ദിവസം പുതിയ ബിംബപ്രതിഷ്ഠ നടത്തുകയും പിന്നെ കൊടിമരം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. അവിടുന്ന് ഇങ്ങോട്ട് മൂപ്പിൽ നായർക്ക് ഭരണം കൊണ്ടു നടക്കാൻ കഴിയാത്ത വന്നപ്പോൾ അന്ന് ഈ കലശത്തിനായി രൂപീകരിച്ച പൗരപ്രമാണികളുടെ കമ്മിറ്റി ക്ഷേത്രഭരണം ഏറ്റെടുക്കുകയും 1990 വരെ ക്ഷേത്രഭരണം ഈ കമ്മിറ്റിയുടെ കീഴിലായിരുന്നു. കമ്മിറ്റിയിലുള്ള ആളുകൾ ഓരോരുത്തരായി മരണപ്പെട്ടപ്പോൾ കമ്മിറ്റിയിൽ 2-3 ആൾ മാത്രം അവശേഷിക്കുന്ന സമയത്ത് ക്ഷേത്രഭരണം ഹിന്ദു ധർമ്മ മതസ്ഥാപന ബോർഡിനെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ഹിന്ദു HRNCE ക്ഷേത്രഭരണം ഏറ്റെടുക്കുകയും പാറോക്കോട്ട് കുമാരൻ ചെയർമാനായിട്ട് ആദ്യത്തെ ട്രസ്റ്റി ബോർഡ് രൂപീകരിക്കുകയും ചെയ്തു. ഇടയ്ക്ക് പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. 90-ൽ കുമാരേട്ടൻ വന്നതിന് ശേഷം ഒരു അഗ്രശാല കല്യാണ മണ്ഡപം എന്നുള്ള സങ്കല്പത്തിൽ ഒരു അഗ്രശാലയും അടുക്കളയൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു പ്രാരംഭ പ്രവർത്തനം സ്വന്തമായിട്ട് കല്യാണ മണ്ഡപം ഉണ്ടോ? ഇപ്പോൾ കല്യാണ മണ്ഡപം എന്നുള്ള പേരിലില്ല. സൗകര്യമുള്ള ഒരു വലിയ ഹാൾ, അഗ്രശാല എന്നുള്ള പേരിൽ ഒരു ഹാളുണ്ട്. പിന്നെ ചെറിയൊരു ഹാളുണ്ട്. 10-30 പറ അരി വെച്ച് ഭക്ഷണം പാകം ചെയ്യാൻ പറ്റിയ വലിയ അടുക്കളയും കാര്യങ്ങളും. അവിടെ ഇപ്പോൾ വിവാഹങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ക്ഷേത്രത്തിൽ അത്യാവശ്യം വിവാഹങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ഒന്നും പകിട്ടില്ലാത്തതുകൊണ്ട് കുറച്ച് കുറവുകളും കാര്യങ്ങളൊക്കെ ഒരു സാമാന്യം നല്ലൊരു വിവാഹ സദ്യ നടത്താൻ വേണ്ട പാത്രങ്ങൾ ക്ഷേത്രത്തിന് സ്വന്തമായിട്ടുണ്ട്. ഏതായാലും പിന്നെ 66-ലെ ബിംബപ്രതിഷ്ഠയ്ക്ക് ശേഷം പിന്നെ 2008 ജനുവരിയിലാണ് നവീകരണ കലശം നടക്കുന്നത്. 10-40 കൊല്ലം കഴിഞ്ഞിട്ടാണ്. 12 വർഷത്തിലൊരിക്കൽ നവീകരണ കലശം നടത്തണമെന്നൊക്കെയാണ് തന്ത്രിയുടെ നിർദ്ദേശം. പക്ഷേ അന്നത്തെ കാലത്ത് സാധിച്ചില്ല. പിന്നെ 2008-ലാണ് സമ്പൂർണമായ നവീകരണ കലശം നടത്തിയിട്ടുള്ളത്. ഈ വർഷം വീണ്ടും 2025 ഫെബ്രുവരി മാസത്തിൽ 1200 മകരമാസത്തിൽ 7 ദിവസത്തെ സഹസ്രകലശത്തോടു കൂടിയുള്ള നവീകരണ കലശം ഉദ്ദേശിക്കുന്നുണ്ട്. അതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. ഈ ക്ഷേത്രത്തിൽ പ്രധാനപ്പെട്ട ആഘോഷം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം ഭരണിവേലയാണ്. തൊട്ടടുത്ത മുഴുവൻ ആളുകളും ഇവിടുന്ന് പുറത്തുപോയ ആളുകളൊക്കെ
എത്തിച്ചേരുന്ന 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഭരണി മഹോത്സവമാണ്. ക്ഷേത്രത്തിൻ്റെ സ്ഥാനം ആളുകൾക്ക് വന്നെത്താനുള്ള സൗകര്യമൊക്കെ കണക്കെടുക്കുമ്പോൾ അടുത്ത പരിസരത്തുള്ള ഏത് ക്ഷേത്രത്തിനേക്കാളും വലിയ പുരുഷാരം കൂടുന്നതാണ്. ഉപവാസിലെ ഭരണി ദിവസമാണ് ആഘോഷിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ മേടമാസത്തിൽ വിഷുവേലിയുണ്ട്. കർക്കിടക മാസത്തിൽ ഇപ്പോൾ 2008 നവീകരണ കലശത്തിന് ശേഷം കർക്കിടക മാസത്തിൽ മഹാഭഗവത്സേവി, മഹാഗണപതി ഹോമം, ആനയൂട്ടും തുടങ്ങി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നവരാത്രി കാലം മുമ്പ് ഇവിടെ ഒരു പുസ്തകം പൂജിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അതല്ല, 2-3 ദിവസത്തെ പരിപാടികളായിട്ട് നവരാത്രി ഗംഭീരമായിട്ട് ആഘോഷിച്ചു വരുന്നുണ്ട്. കാര്യം വൃശ്ചികമാസത്തിലെ കാർത്തികോൽക്ക് ദിവസം ഇവിടെ പരിസരത്ത് എവിടെയും ലക്ഷദ്വീപം തുടങ്ങുന്ന മുമ്പേ ഈ ക്ഷേത്രത്തിലാണ് ആദ്യമായിട്ട് ലക്ഷദ്വീപം സംഘടിപ്പിച്ചത്. അതും 2010 മുതൽ തുടർച്ചയായിട്ട് മുടക്കം കൂടാതെ നടന്നു വരുന്നുണ്ട്. അതിനിടയിൽ കഴിഞ്ഞ ചൊവ്വായ വൃശ്ചികമാസത്തിന് കാർത്തികോൽക്കിന് മുമ്പ് ചൊവ്വായ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. ഈ തുലാമാസത്തിലെ 12-ാം തീയതി കഴിഞ്ഞ് വരുന്ന ചൊവ്വായാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു ആഘോഷം. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യമായി ബന്ധപ്പെട്ടാണ്. ഒരു ചൊവ്വായ ദിവസമാണ്, ഒരു ചൊവ്വാഴ്ച ദിവസമാണ് ഇവർക്ക് ഇങ്ങനെ 16 കൂട്ടുകാർക്ക് ഇവിടെ നൈദ്യം വെക്കേണ്ടി വന്നതെന്നാണ് ഐതിഹ്യം. അതുകൊണ്ട് തന്നെ തുലാമാസത്തിൽ 12-ാം തീയതി കഴിഞ്ഞ് വരുന്ന ചൊവ്വാഴ്ച ചൊവ്വായിട്ട് ആഘോഷിക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു 10-25 വർഷമായിട്ട് പ്രതിഷ്ഠാദിനം വളരെ വിപുലമായിട്ട് ആഘോഷിക്കുന്ന ഏറെക്കുറെ 5000 പേര് പ്രതിഷ്ഠാദിന ദിവസവും തലേ ദിവസത്തെ മഹാഗുരുതിക്ക് ഒരു 1000 പേരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ഇവിടുത്തെ പ്രധാന ആഘോഷം ഈ ഭരണിവേലയാണ്. അതിപ്പോ എങ്ങനെ അതിനിപ്പോ ഈ കാള അതേമാതിരി അങ്ങനെ കാള, ആന, ഭൂതം, തറ, ഏറ്റവും കൂടുതൽ തറയും ഭൂതം വരുന്ന ഒരു ക്ഷേത്രമാണ്. അത് ഞാൻ കേട്ടു. വരുന്ന വഴിക്ക് ഏറ്റവും വലിയ കൂടുതൽ തറയും ഭൂതവും വരുന്നതാണ് ഇവിടെ ക്ഷേത്രമാണ്. ഇവിടെ പൂരം പുറപ്പെടണം ഒന്ന് തട്ടകത്തുനിന്ന് എല്ലാ ഭാഗത്തുനിന്നും തറയും ഭൂതം വന്ന് ആറാട്ടിനൊപ്പം പോവുകയും വരികയും ചെയ്യുന്ന ഒരു സമ്പ്രദായം കൂടി ഉണ്ട് ഇവിടെ. ആറാട്ട് കുളിക്കാൻ ദേവിയുടെ ഭൂതഗണങ്ങളാണ് എന്നുള്ളത്. അതങ്ങനെ ഈ തറ ഏറ്റവും കൂടുതൽ ഇവിടേക്ക് വരാൻ വല്ല കാരണങ്ങൾ പണ്ടും അങ്ങനെയാണ്. ഇടക്കാലത്ത് നിന്ന് വരുന്നു, ഇപ്പോൾ വീണ്ടും അത് പുനരുജ്ജീവിച്ചിട്ടുണ്ട്. അല്ല, അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഐതിഹ്യം ഉണ്ടോ? അങ്ങനെ ഉണ്ടോ ചോദിച്ചാൽ എന്താണെന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. എങ്കിലും ഈ തറയും ഭൂതം എന്നുള്ളത് ഭഗവതിയുടെ ഭൂതഗണങ്ങളാണെന്നാണ് വിശ്വാസം. അപ്പോൾ ഭഗവതി ആദ്യത്തെ ആറാട്ടിനിറങ്ങുമ്പോൾ അകമ്പടിയായിട്ട് അവരും ഉണ്ടാകും. പ്രധാന വഴിപാട് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രാധാന്യം കൊടുക്കുന്ന വഴിപാട് ചുറ്റുവിളക്കും കളമ്പാട്ടും പിന്നെ നിത്യേനുള്ളത് ആരികാവതം പാട്ട്. അപ്പോൾ ട്രസ്റ്റി ബോർഡ് അംഗമാണ് അല്ലേ? അതെ. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ എത്ര വർഷമായി ട്രസ്റ്റി ബോർഡിൻ്റെ കാലം? 2 വർഷത്തേക്കാണ് ടേം. ഞാനിപ്പോൾ പുതുതായിട്ട് ട്രസ്റ്റി അംഗമായിട്ട് വന്നതാണ്. ഇതുവരെ ഗവൺമെന്റ് ജോലിക്കാരനായതുകൊണ്ട്. പുതിയ ട്രസ്റ്റി ബോർഡ് നിലവിൽ വന്നതിന് ശേഷം ഈ അമ്പലത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു എന്തൊക്കെ ചെയ്തിട്ടുള്ളത് ഈ അമ്പലത്തിൽ? തീർച്ചയായിട്ടും കുറേ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന്, കുറച്ചുകൂടി ജനപങ്കാളിത്തത്തോടു കൂടി ഉത്സവങ്ങൾ നടത്താൻ കഴിഞ്ഞു. ഉദാഹരണത്തിന് ഈ തിരുവാതിര സമയത്ത് ഒരു മെഗാ തിരുവാതിരക്കളി 200ഓളം ആൾക്കാർ പങ്കെടുത്ത തിരുവാതിരക്കളി സംഘടിപ്പിച്ചു. അത് 1000-ൽ കൂടുതൽ ആൾക്കാർ കാണാൻ വന്നിരുന്നു. അങ്ങനെ ഒരു കാര്യം നടന്നു. പിന്നെ ഈ അറ്റകുറ്റപ്പണികൾ കുറേ തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മുന്നിലൊരു സ്റ്റേജ് നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയുമ്പോൾ പരിപാടികൾ അവതരിപ്പിക്കാൻ പുറമെ പോകാതെ കഴിഞ്ഞു. പിന്നെ ഈ പറഞ്ഞ പോലെ ജീവനക്കാരുടെയും ട്രസ്റ്റി ബോർഡിൻ്റെയും വിവിധ ആഘോഷ കമ്മിറ്റികളുടെയും ഒരു കൂട്ടായ്മ കൊണ്ടാണ് ഇതെല്ലാം കഴിയുന്നത്. അപ്പോൾ ഈ ഇവിടെ നേരത്തെ ഉണ്ണികൃഷ്ണൻ മാഷ് സൂചിപ്പിച്ച പ്രതിഷ്ഠാദിന ദിവസത്തെ 5000 പേരുടെ ഭക്ഷണം ഈ അമ്പലത്തിലെ മാത്രമേ പ്രത്യേകതയാവുന്ന തോന്നുന്നത് സേവനമായിട്ടാണ്. ഈ നാട്ടിലെ മുഴുവൻ പാചകക്കാരും ഫ്രീ ആയിട്ട് ഇതിന് കൂടും. മുഴുവൻ സ്ഥലത്തുനിന്ന്, തട്ടകത്തിലെ മുഴുവൻ സ്ഥലത്തുനിന്ന് ആൾക്കാർ വിളമ്പാൻ സഹകരിക്കും. അങ്ങനെ എല്ലാം കൊണ്ടും ജനപങ്കാളിത്തത്തോടു കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത് കഴിക്കാനും തന്നെ ഇതേപോലെ ജാതി മതഭേദമന്യേ ആൾക്കാർ വരും. ഒട്ടുമിക്ക പരിപാടികൾ എല്ലാവരുടെയും പങ്കാളിത്തത്തോടു കൂടി നടത്താൻ വേണ്ടി എല്ലാം ഒരേ കമ്മിറ്റി ആവില്ല. ഇപ്പോൾ പ്രതിഷ്ഠാദിനത്തിന് ഒരു കമ്മിറ്റിയാണെങ്കിൽ വേറെ ലക്ഷദ്വീപത്തിന് വേറൊരു കമ്മിറ്റി ആയിരിക്കും. എല്ലാവരും പരസ്പരം സഹായിക്കും. അപ്പോൾ എല്ലാവർക്കും പ്രാതിനിധ്യം കൊടുക്കാൻ വേണ്ടി എല്ലാ രീതിയിലുള്ള ആൾക്കാരെയും ട്രസ്റ്റി ബോർഡിൻ്റെ അണ്ടറിൽ എല്ലാവരെയും സഹകരിപ്പിച്ച് മുന്നോട്ട് പോകാനുള്ള രീതിയാണ് ഞങ്ങൾ അവലംബിക്കാറുള്ളത്. ജീവനക്കാരും അതിന് പരമാവധി സഹകരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ
കുറേ കാര്യങ്ങൾ പോകുന്നുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും എല്ലാ ക്ഷേത്രങ്ങളിലും ഉള്ളതുപോലെയുള്ള ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാറുണ്ടെന്ന് മാത്രം. ബാക്കിയെല്ലാം ഓക്കെ ആയിട്ട് പോകുന്നു. ട്രസ്റ്റി ബോർഡ് അംഗമാണ് അല്ലേ? അല്ലല്ല, ഞാൻ ജീവനക്കാരനാണ്. അതെ. പേര്? രാജഗോപാലൻ. ആള് ഇവർ ഗിരീഷ്. ഗിരീഷ്. കളമ്പാട്ട് നടത്തണം. കളമ്പാട്ട്. എന്നും കളമ്പാട്ടുണ്ട് രാവിലെ? ഒന്നുമില്ല. ഇല്ല. ദാരികാവതം എന്ന് പറഞ്ഞ ചടങ്ങാണ് ദിവസമുള്ളത്. അതെ. കളമ്പാട്ട് നമ്മൾ പണ്ടൊക്കെ മണ്ഡലകാലത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പിന്നെ നമ്മൾ കന്നിമാസം മുതൽക്ക് തുടങ്ങുന്നുണ്ട്. മണ്ഡലം 41 കഴിഞ്ഞ് ആ താലപ്പൊലി, അത് കഴിഞ്ഞ് ഉത്സവകാലത്ത് ഒരു 9 ദിവസം. ഈ അമ്പലത്തിൽ കളമ്പാട്ടിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഇവിടെ അമ്പലമായിട്ട് ബന്ധപ്പെട്ട് വഴിപാടാണ് കളമ്പാട്ട്. പണ്ടിത് ഏറാൾപ്പാടിൻ്റെ അധീനതയിലെ അമ്പലമായിരുന്നു. ഈ ഇതിൻ്റെ മൂലസ്ഥാനം എന്നാണ് തെന്നാരമ്പറ്റ. അപ്പോൾ ഏറാൾപ്പാടിൻ്റെ അധീനതയിലെ എല്ലാ തെന്നാരമ്പറ്റ കോട്ടയിൽ നിന്ന് കരിമ്പുഴ നടത്തുന്ന 1.5 കിലോമീറ്റർ ഉള്ളിലുള്ള അമ്പലമാണ്. അവിടെ നിന്നാണ്, അതാണ് ഇവിടുത്തെ ഈ ദേവിയുടെ ഉത്ഭവസ്ഥാനം എന്നാണ് പറയപ്പെടുന്നത്. ആ ക്ഷേത്രം സാമൂതിരിയുടെ കീഴിലുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഈ അഷ്ടതല പത്മത്തിലുള്ള ഒരു കളമാണ് വരയ്ക്കുന്നത്. അതേ രീതി നമ്മളിവിടെയും തുടർന്ന് വരുന്നത്. ഇവിടുത്തെ മെയിൻ എന്താ വെച്ചാൽ ദേവിക്ക് രൂപം ഇല്ലാത്തൊരു കണ്ണാടി ബിംബമാണ്. കണ്ണാടി ബിംബം ആവുന്ന സ്ഥലങ്ങളിൽ 90% നമ്മൾ അഷ്ടതല പത്മത്തിട്ടാണ് കളമ്പാട്ട് നടത്തുന്നത്. അപ്പോൾ വെളിച്ചപ്പാട് എത്ര വർഷമായി ഇവിടെ? ഞാൻ ഇവിടെ 15 വർഷമായി. 15 വർഷമായി. അപ്പോൾ അതിന് മുന്നേ കിളയിലെ ഗോവിന്ദൻ നായർ എന്ന് പറഞ്ഞ ആളായിരുന്നു 40 വർഷത്തോളം. അതിന് മുന്നേ ഉള്ളത് 40 വർഷത്തിന് ശേഷം ഇവിടെ സ്ഥിരമായൊരു വെളിച്ചപ്പാടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഇടക്കാലത്ത് ഒരാൾ വന്ന് അയാൾക്കത് കൊണ്ടു നടത്താൻ സാധിക്കാതെ അയാൾ തിരിച്ചു പോവുകയുണ്ടായത്. 2009 എന്നെ ഇവിടെ ആചാരപ്രകാരം കലശം ചൊരിഞ്ഞ് അവരോധിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ തന്നെയാണ് നടക്കുന്നത്. 365 ദിവസവും ദാരികോതമ്പാട്ട് നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് കോട്ടപ്പുറം തിരുവളയനാട് കാവ്. അപ്പോൾ ഇവിടെ ഒരു വർഷത്തിലെ ആഘോഷം തുടങ്ങുന്നത് ചൊവ്വായ എന്നുള്ള മുൻ ചെയർമാൻ ഉണ്ണീഷ് മാഷ് പറഞ്ഞ മാതിരി ചൊവ്വായ ദിവസമാണ്. അപ്പോൾ ആ ചൊവ്വായ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ ഭഗവതിക്ക് വളവെച്ച് പൂജിച്ച് ഉൽപ്പത്തി ഉണ്ടാക്കിയ ആ ഒരു ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടി അന്ന് മുതൽക്കാണ് ഒരു വർഷത്തെ ചടങ്ങ് നടക്കുന്നത്. അത് മുതൽക്ക് തന്നെ വെളിച്ചപ്പാടിൻ്റെ എല്ലാ ദിവസത്തെ ദാരികോതമ്പാട്ടും അതുപോലെ തന്നെ ഒരു വർഷത്തിൽ 100-ന് താഴെ എല്ലാ വർഷവും ബുക്കിങ്ങോട് കൂടി നാട്ടുകാർ ഭക്തജനങ്ങൾ കാലാകാലങ്ങളായി നടത്തി വരുന്ന കളമ്പാട്ടും നടത്താറുണ്ട്. അതിലെല്ലാം വെളിച്ചപ്പാടിന് നല്ല പങ്കുള്ളതാണ്. അതുപോലെ ഭരണിവേലയ്ക്കുള്ള പറയെടുപ്പ് 7:30 ദേശത്ത് പറയെടുക്കുന്നതിന് വേണ്ടി ഈ കാവിലെ വെളിച്ചപ്പാട് തന്നെയാണ് പോകാറുള്ളത്. അത് രാവിലെ ഇവിടുത്തെ ആറാട്ട് കഴിഞ്ഞ് 11 ആറാട്ട് നടക്കുന്ന ക്ഷേത്രത്തിൽ ആറാട്ട് കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് പുറപ്പെടാറുള്ളത്. പിന്നെ ഭരണിവേലയ്ക്ക് വേലകളെ, ദേശത്തുനിന്ന് വരുന്ന വേലകളെ സ്വീകരിക്കാനുള്ള അരിയേറ്, ഇതൊക്കെയാണ് വെളിച്ചപ്പാടിൻ്റെ ചടങ്ങുകൾ.